ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ വചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു തിരുവചനം ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയുടെ വിവരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഭൂമിയുടെ അവസ്ഥ ഇതാണ് എന്നുള്ളതാണ് വ്യക്തം. പാഴും ശൂന്യവുമായിരുന്ന ഭൂമി, അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രിയരെ, ഇവിടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലവും സാധ്യമാണ്. ഏത് പാഴും ശൂന്യവുമായിരിക്കുന്ന ഒരു തകർന്ന അവസ്ഥയുടെ നടുവിൽ നമ്മെ പണിത് മനോഹരമാക്കാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ തകർന്ന മണ്ഡലത്തെ, ശൂന്യമാക്കപ്പെട്ട അവസ്ഥയെ, പാഴായിരിക്കുന്നതിനെ നമ്മൾ പറയാറുണ്ട്, ഒരു ചെടി നട്ടു, ആ ചെടി വളർന്നു, പക്ഷെ അത് പാഴായിപ്പോയി, ഒന്നിനും ഉപകാരപ്പെട്ടില്ല, വച്ചിട്ട് നഷ്ടമേ ഉള്ളൂ. ചില വ്യക്തികൾ ചില കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറയാറുണ്ട്, അയ്യോ അത് ഒരു വല്ലാത്തൊരു പാഴായിപ്പോയി. എന്താ കാര്യം? മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടാത്തൊരു തലമുറ, യജമാനന് ഉപകാരപ്പെടാത്തൊരു വൃക്ഷം. ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ ഇരമ്യാ പ്രവാചകൻ പറയുന്ന വാക്കിങ്ങനെയാണ്, ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു, ഞാൻ ആകാശത്ത് നോക്കി അതിന് പ്രകാശമില്ലാതിരുന്നു. പ്രകാശമില്ലാത്ത പാഴും ശൂന്യവുമായ ഒരു ഭൂമി, അതിൻ്റെ നടുവിൽ, അതിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതൊരു കാറ്റല്ല, അതൊരു ദൈവികമായ അത്യന്ത ശക്തി, സകലത്തെയും മാറ്റുവാൻ കഴിയുന്ന, രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവശക്തി. പ്രിയമുള്ളവരെ, അവിടെ ഇങ്ങനെ പറയുന്നു സങ്കീർത്തനങ്ങളിൽ, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നാം സകലരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി. എഫീസ് ലേഖനം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ അകൃത്യങ്ങളാൽ, പാപങ്ങളാൽ നാം മരിച്ചവരായിരുന്നു. ഭൂമി പാഴും ശൂന്യവുമാക്കപ്പെട്ട അവസ്ഥയുടെ നടുവിൽ നിന്ന് നമുക്ക് വേണ്ടി രൂപാന്തരം, ഒരു വലിയ മാറ്റം തന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് ആർ നമുക്ക് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്നുവോ? ഒരുപക്ഷെ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയായി നിങ്ങളൊരു കുഞ്ഞിനു വേണ്ടി സമർപ്പിക്കുകയായിരിക്കാം. അല്ല, ഒരു കുഞ്ഞ് അപ്പനു വേണ്ടി സമർപ്പിക്കുകയായിരിക്കാം. തകർന്നുപോയ ബിസിനസ്, തകർന്നുപോയ കുടുംബജീവിതം, പാഴായി, ശൂന്യമായി, ഇനി ഒരിക്കലും അത് ഒരുമിപ്പിക്കാൻ കഴിയത്തില്ല, ചേർത്തു വയ്ക്കാൻ കഴിയത്തില്ല എന്നാരൊക്കെയോ നമ്മെ നോക്കി പറഞ്ഞാലും, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുവാൻ തയ്യാറായാൽ മാത്രം മതി. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ
അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, പാഴും ശൂന്യവുമായിരിക്കുന്നതിനെ മനോഹരമായി സകലത്തെയും ഉളവാക്കി അതതിൻ്റെ സ്ഥാനത്ത് നിയന്ത്രിച്ച് നടത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഒരുപക്ഷെ ഹോസ്പിറ്റലിലായിരിക്കാം, തകർന്ന ബിസിനസ്സിൻ്റെ നടുവിൽ ഇനി ജീവിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പാഴിനെ, നിങ്ങളുടെ ശൂന്യമാക്കപ്പെട്ട അവസ്ഥയെ നവീകരിക്കുവാൻ, സകലത്തെയും നഷ്ടങ്ങളെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന ആ ഇരുട്ടിൻ്റെ ശക്തിയെ മാറ്റി ദിവ്യമായ പ്രകാശത്താൽ നിങ്ങളെ നയിക്കുവാൻ, നിങ്ങളെ ലാഭകരമാക്കാൻ, നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അതേ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു പറയാം, എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ രോഗം മാറ്റാൻ കഴിയും. എൻ്റെ തലമുറയെ ആമേൻ ഫ്രൂട്ട്ഫുള്ളാക്കാൻ, ഫലപ്രദമാക്കാൻ, പ്രയോജനമുള്ളതാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പിശാച് കേടുവരുത്തി, ഇരുട്ടിൻ്റെ ശക്തി പ്രകാശത്തെ കെടുത്തി. പക്ഷേ എന്നാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയുന്നൊരു ദൈവം, തകർച്ചകളെ ജയകരമാക്കി മാറ്റാൻ കഴിയുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് പൂർണ്ണമായി ഒരത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യും. വിശ്വസിക്കുക. എൻ്റെ ദൈവം ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.